ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 1 ഈസ് ടേക്ക് റിസ്ക് ഇൻ ലൈഫ്. അതായത് നമ്മൾ ജീവിതത്തിൽ ഭയങ്കര റിസ്ക്കിയാണെന്നും പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന കുറേ കാര്യങ്ങൾ കാണും. ശരിക്കും പറഞ്ഞാൽ അതൊന്നും വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല. നമ്മളാണ് അത് റിസ്ക് ആണെന്നും പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജോലി മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ ജോലി അത്ര ശരിയല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോലിയെക്കാട്ടും ഇതിലും നല്ല ജോലി നമുക്ക് കിട്ടാനുള്ള എല്ലാ കഴിവും നമുക്കുണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ നമ്മൾ മടിച്ച് ഇപ്പോഴത്തെ ആ സെയിം ജോലിയിൽ തന്നെ നിന്ന് കംഫർട്ട് സോണിൽ നിൽക്കും. ഇത് എല്ലാവരും ചെയ്യുന്നൊരു പ്രശ്നമാണ് കേട്ടോ. ഇത് നമ്മൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്ന് നമുക്ക് തന്നെ തോന്നുമ്പോഴാണ് നമുക്ക് ഈ ഫീല് വരുന്നത്. ഇവിടുന്ന് മാറിയാലോ, ഇവിടെ നിൽക്കണോ, വേറെ ജോലിക്ക് ട്രൈ ചെയ്താലോ. അങ്ങനെ തോന്നുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, എനിക്ക് മാറാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അടുത്ത ജോലിക്ക് ട്രൈ ചെയ്യുക, എന്നിട്ട് മാറാൻ നോക്കുക. ഇനിയിപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ജോലി ശരിയായില്ലെങ്കിൽ അന്നേരം നോക്കാം. നീ എപ്പോഴും റിസ്ക് എടുക്കുന്നത് നമ്മുടെ ലൈഫിൽ ഗ്രോത്തേ ഉണ്ടാക്കത്തുള്ളൂ. സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു റിസ്ക് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ആയെങ്കിൽ തന്നെ അത് നമുക്ക് അടുത്ത പ്രാവശ്യം റിസ്ക് എടുക്കാനൊരു പേടി കുറവാകാനുള്ള ചാൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇത്രയല്ലേ ഇത് സംഭവിക്കാനുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ലേ. അപ്പം എപ്പോഴും റിസ്ക് എടുക്കുന്നത് നമുക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുന്നതിൽ യാതൊരു തെറ്റില്ല. അതുപോലെ തന്നെ സാധാരണ ആൾക്കാർ റിസ്ക് ആയിട്ട് കാണുന്ന വേറൊരു കാര്യമാണ് ഫാമിലി ലൈഫിൽ കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ള ചിന്ത. ഒരു കുട്ടി ഉള്ളവർക്ക് രണ്ടാമതൊരു കുട്ടിയെ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. കാരണം അവർ ചിന്തിക്കുന്നത്, ഇനി എൻ്റെ ജോലിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിപ്പം ഫാമിലിയിൽ നമുക്ക് ഒരു കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ച് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ എപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ഒരു അഡീഷണൽ ഹാപ്പിനെസ്സും അഡീഷണൽ ഗ്രോത്തും ഉണ്ടാവാനുള്ളൊരു ചാൻസാണ് ഉണ്ടാക്കുന്നത്. അവരൊരിക്കലും നമുക്ക് അൺഹാപ്പിനെസ് തരത്തില്ല. 100% ഞാൻ ഉറപ്പ് വരുന്നു. ഇതൊന്നും വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. ഇതിലും വലിയ റിസ്ക് ഉള്ള കാര്യങ്ങൾ മനുഷ്യർ ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരാണ് അല്ലേ. ഈ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഫ്ലൈറ്റിൽ ഇരിക്കുന്നവരൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഈ വണ്ടിയിലിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേ കാറോ മറ്റുള്ള വെഹിക്കിളൊക്കെ ആണെങ്കിൽ ഇടിച്ച് അവിടെ നിൽക്കുമെന്നെങ്കിലും പറയാം. ഇത് പോയി അവിടുന്ന് പൊട്ടി താഴോട്ട് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല. സ്റ്റിൽ നമ്മൾ ആ റിസ്ക് എല്ലാം മറന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അത് മാത്രം ചിന്തിച്ച് അല്ലേ നമ്മൾ യാത്ര ചെയ്തു. അപ്പോൾ അത്രയും വലിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫിൽ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. അപ്പം അത്രയും വലിയൊരു കാര്യം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ചെറിയ ഗ്രോത്തുകൾ, അത് നല്ലൊരു ജോലി വാങ്ങിക്കുക, നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്തെടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തുകൂടെ. നമുക്ക് റിസ്ക് എടുക്കുന്നത് എപ്പോഴും ഗ്രോത്ത് മാത്രമേ നമുക്ക് തരുള്ളൂ. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പോൾ റിസ്ക് എടുത്തിട്ട് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ അത് നമുക്ക് നല്ലൊരു ലെസണേ തരുള്ളൂ. സോ ടേക്ക് റിസ്ക് ഇൻ ലൈഫ്. ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 2 എന്താണെന്നറിയുമോ? ടിപ്പ് ഫോർ പാരൻറ്റിങ്. എല്ലാ പേരൻസിനും, പ്രത്യേകിച്ച് മദേഴ്സിന് എപ്പോഴും ഉണ്ടാകുന്നൊരു ഫീലിങ്സാണ് ഗിൽറ്റി ഫീലിംഗ്. അതായത് നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കിയത് ശരിയാവുന്നുണ്ടോ, ഞാൻ ശരിക്കും നല്ലൊരു അമ്മയാണോ. പ്രത്യേകിച്ച് വർക്കിംഗ് വിമന് ഈ പ്രശ്നം ഉണ്ടാവും. അവരെപ്പോഴും ചിന്തിക്കും, ഞാൻ കുട്ടികളെ നോക്കുന്നത് ശരിയാവുന്നുണ്ടോ, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കുട്ടിക്ക് ഇഷ്ടമാവുന്നുണ്ടോ, ഞാൻ കുട്ടിയെ പഠിപ്പിക്കുന്ന രീതി ശരിയാവുന്നുണ്ടോ, അതല്ലെങ്കിൽ കുട്ടിയെ ഞാൻ വഴക്ക് പറയുന്നുണ്ടോ കൂടുതൽ. ഇങ്ങനെയുള്ള 100 ഡൗട്ട് കാരണം അവർ തല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ അവരുടെ ചുറ്റിനുള്ള ആളുകൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യും. നീ കുട്ടിയെ വളർത്തുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ നീ കുട്ടിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവരെ കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മൾ മദേഴ്സ് എപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലേ. ഏത് മദറാണ് കുട്ടിക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക? ഒരിക്കലില്ല അല്ലേ. പിന്നെ ഈ ഗിൽറ്റി ഫീലിംഗ് വരുന്നത് തന്നെ നമ്മളൊരു ബെസ്റ്റ് മമ്മ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇതിലും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കുറഞ്ഞു പോയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് വരുന്നത്. അപ്പം നെവർ ഫീൽ ഗിൽറ്റി അബൌട്ട് യുവർ പേരൻറ്റിങ്. യു ആർ ദ ബെസ്റ്റ് മം. ഓക്കെ, ഇതിപ്പോൾ ഫാദേഴ്സിനും ബാധകം കേട്ടോ. മദേഴ്സിന് മാത്രമല്ല ഇത് ബാധകം, ഫാദേഴ്സിനും ഇത് ബാധകമാണ്. സോ ഹാപ്പി പേരൻറ്റിങ്. ടിപ്പ് നമ്പർ 3. ടിപ്പ് ഫോർ എ മാരീഡ് ലൈഫ്. നമുക്ക് മാരീഡ് ലൈഫിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഈ
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ കാര്യം ഇല്ലാത്തപ്പോഴാണ് മാരീഡ് ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് ദിവസം എത്ര നേരം സംസാരിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി വൈഫ് വീട്ടിൽ മാത്രം ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വീട്ടിൽ വന്നിട്ട് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിലായിരിക്കും. അപ്പം ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഫീലിങ്സും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു റിലേഷൻ ആയിരിക്കണം നമ്മുടെ മാരീഡ് ലൈഫ്. നമുക്കിപ്പോൾ നമ്മുടെ പാർട്ട്ണർ ചെയ്ത ഒരു കാര്യം നമുക്ക് ഇഷ്ടമായില്ല, അപ്പം നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യുന്നത് ദേഷ്യത്തിലാവാം. ദേഷ്യപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നമ്മുടെ ഒരു ഫീലിങ്സ് ആണ് ആങ്കർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ദേഷ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ തുറന്ന് പറയുക, എനിക്ക് ഇന്ന കാര്യം ഇഷ്ടമായില്ല എന്ന് പറയുക. അപ്പം അതൊരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഒരിക്കലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് മാത്രമല്ലല്ലോ മാരീഡ് ലൈഫ്. അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഹസ്ബൻഡിനോട് തുറന്നു പറയാൻ പറ്റണം, അല്ലെങ്കിൽ വൈഫിനോട് ഹസ്ബൻഡിന് തുറന്നു പറയാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ കൺസോൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു ആൻ ഓപ്പൺ റിലേഷൻഷിപ്പ്. എല്ലാവരും ഈ പോയിന്റ് മറക്കാതിരിക്കുക. ലൈഫിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രൈ ടു ബിൽഡ് ഇറ്റ്, ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ് ത്രൂ expressing your love and care and all your feelings. Okay, so happy married life. Tip number 4. Next tip is tip for happy home. ഹാപ്പി ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം നമുക്കൊരു ഹാപ്പിനെസ് തരുന്നുണ്ടോ എന്നാണ്. നമ്മുടെയൊക്കെ വീട് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻസ്, നല്ല പോസിറ്റീവ് വൈബ് തരുന്ന പിക്ചേഴ്സ്, അതല്ലെങ്കിൽ പ്ലാൻസ്, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോട്ടോസ് ആവാം, നമ്മുടെ ഫാമിലി പിക്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ പിക്ചേഴ്സ്, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ ഹാപ്പി മൊമെൻറ്റ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്കതൊരു പോസിറ്റീവ് വൈബ് തരും. ഇതിനു വേണ്ടി നമ്മൾ ഇച്ചിരി പൈസ ചിലവാക്കിയാലും തെറ്റില്ലെന്നേ. നമ്മൾ എത്രയോ പൈസ നമ്മൾ അല്ലാതെ ചിലവാക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തരാൻ വേണ്ടിയിട്ട് വീട്ടിലും കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആവാം. അതുപോലെ ബെഡ്റൂമുകളിൽ നല്ല നല്ല പിക്ചേഴ്സ്, നല്ല ലൈറ്റിങ്, കപ്പിൾസിൻ്റെ റൂമിൽ അവരുടെ തന്നെ പിക്ചേഴ്സൊക്കെ വെക്കുന്നത് നല്ലതാണ്. കിഡ്സിൻ്റെ റൂമിൽ അവരുടെ പിക്ചേഴ്സോ അതല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള വയ്ക്കുമ്പോൾ അവർക്കും അതൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. സോ നമ്മളെ വീട് ഭംഗിയായിട്ടും നല്ല നീറ്റായിട്ടും നമുക്ക് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് വൈബ് കൊണ്ടുതരും. സോ കീപ് യുവർ ഹോം എ ഹാപ്പി ഹോം. ടിപ്പ് നമ്പർ 5. ടിപ്പ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഡു നോട്ട് സേ നോ ഡയറക്റ്റ്ലി. നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു അബദ്ധമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് ചെയ്യട്ടെ, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡയറക്റ്റ്ലി ഒന്നും നോക്കാതെ നോ, അത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒറ്റയടിക്ക് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല എന്നൊരു ഫീലിങ്സ് അയാൾക്ക് ഉണ്ടാവും. സോ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട്, കുറച്ചും കൂടെ പൊളൈറ്റ്ലി ആയിട്ട് നമുക്ക് അവരോട് നോ പറയാതെ തന്നെ അവരോട് നോ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മക്കൾ അവർ പറയുകയാണ് എനിക്ക് റോഡിൽ കളിക്കണം. നമുക്കറിയാം റോഡിൽ കളിക്കുന്നത് ഡേഞ്ചറസ് ആണ്. നമ്മൾ ഉടനെ ചാടിക്കയറി അവരോട് പറയും നോ, റോഡിൽ കളിക്കാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ട് അമ്മ നോ പറഞ്ഞു എന്ന് മനസ്സിലാകാതെ കുട്ടികൾക്ക് മനസ്സിലാവുന്നത് എന്താണ്, അമ്മ എന്നെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊരു നെഗറ്റീവ് തോട്ടാണ് കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറയുന്ന രീതിയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുക. മോനെ, റോഡിൽ കളിക്കുന്നത് അപകടമാണ്, അതുകൊണ്ട് മോൻ റോഡിൽ കളിക്കരുത്, നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാമല്ലോ, ഇങ്ങനെ പറയുക. നമ്മൾ നേരെ മറിച്ച് നോ, കളിക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞാൽ കുട്ടിക്ക് അതിൻ്റെ യഥാർത്ഥ റീസൺ മനസ്സിലാവത്തില്ല. ഇതിപ്പോൾ കുട്ടിയോടുള്ള കാര്യം, അതല്ലാതെ തന്നെ ഇപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ,
ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് വൈഫ് ചോദിക്കുന്നു, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലും? അപ്പോൾ ഹസ്ബൻഡ് പറയുന്നു, ഇല്ല, എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഇപ്പം തന്നെ ഉണ്ട്, എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നോ എന്ന് പറയുന്നതിന് പകരം എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ പോവാം. ഇങ്ങനെ പറയുന്നതും നോ പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെ ഓഫീസിലെ കമ്മ്യൂണിക്കേഷനിലും നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മാനേജർ നമ്മളോട് പറയാണ്, ഓക്കെ, ഈ പ്രോജക്റ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണം, വളരെ പ്രയോറിറ്റിയാണ്, ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാമായിരിക്കും ചിലപ്പം വേറെ കുറേ പ്രയോറിറ്റി ലിസ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ മാനേജറിനോട് എടുത്തടിച്ച് നോ ഐ കാൺ ഡു ദിസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം, ഷാൽ ഐ പ്രയോറിറ്റൈസ് ദ അതർ ജോബ് ഹിയർ ബിക്കോസ് ഐ ഫീൽ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദിസ് എന്ന് പറയുമ്പോൾ മാനേജറിന് അതിൻ്റെ റീസൺ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ നോ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാനുള്ളത് മാനേജറിന് മനസ്സിലായിട്ടുണ്ടാവും. എവിടെയും നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷിച്ച് നോക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഫീലിങ്സ് മാനിച്ചുകൊണ്ട് നമുക്ക് നോ പറയാം. സേ നോ വിത്തൗട്ട് സേയിങ് നോ. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ 5 ടിപ്സും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വലിയ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകും. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.